IPL മാച്ച് നമ്പർ 69 ഇന്നലെ അവസാനിച്ചപ്പോൾ വിജയത്തോടെ പഞ്ചാബ് ക്വാളിഫയർ 1 ഉറപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് ലഭിച്ച പഞ്ചാബ് ബോളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ റിലേറ്റീവ്ലി പതിയെയുള്ള തുടക്കമായിരുന്നു മുംബൈക്ക് കിട്ടിയത്. റിക്കൾട്ടൺ പവർ പ്ലേയിൽ പുറത്തായപ്പോൾ 52-1 മുംബൈ. രോഹിത്തിനെ ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ഔട്ടായതോടെ പിന്നെ എല്ലാ മത്സരങ്ങളിലും കണ്ടതുപോലെ തന്നെ സൂര്യയായിരുന്നു മുംബൈയുടെ ഇന്നിംഗ്സിന്റെ ഭാരം ഏറ്റെടുത്തത്. സൂര്യ 39 പന്തിൽ 57 നേടിയപ്പോൾ ഹാർദിക്, തിലക് എന്നിവർ ക്യാമിയോ ഇന്നിംഗ്സുകൾ കളിച്ചു. എങ്കിലും കഴിഞ്ഞ ദിവസം ഡൽഹി ഈസിയായി 200 ചേസ് ചെയ്ത ഗ്രൗണ്ടിൽ 184 എന്നത് പാർ സ്കോർ തന്നെയായിരുന്നു. തിലക് വർമ്മ കണ്ടിന്യൂസ് ആയി ഫെയിലാകുന്നതും ടോപ്പ് ഓർഡറിൽ ആരും ലോങ് ഇന്നിംഗ്സ് കളിക്കാതെ പോകുന്നതും മുംബൈ ബാറ്റിംഗിൽ ഒരു പോരായ്മയാണ്. ഹാർദിക് കളിച്ചാൽ കളിച്ചു എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. സോ ഓവറോളായി മുംബൈയുടെ ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ സൂര്യ എന്നതാണ് ഈ സീസണിലെ ടെംപ്ലേറ്റ്. പഞ്ചാബിനെ നോക്കിയാൽ കഴിഞ്ഞ മത്സരത്തിൽ പറ്റിയ മിസ്റ്റേക്ക് മുഴുവൻ അവർ കംപ്ലീറ്റ് ആയി ഹോംവർക്ക് ചെയ്ത് തിരുത്തിയതിനു ശേഷമായിരുന്നു ഇന്നലെ വന്നത്. ഒമർ സായി, പ്രവീൺ ദുബെ എന്നിവർക്ക് പകരം കൈൽ ജമീസൺ, വിജയകുമാർ, വൈശാഖ് എന്നിവരെ കൊണ്ടുവന്ന് ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ശക്തമാക്കി. ഈ വന്നവരെല്ലാം ഗുഡ് ലെങ്ത് ഏരിയയിൽ തന്നെ ആദ്യ 10-13 ഓവറിൽ പന്തെറിഞ്ഞപ്പോൾ സ്കോറിംഗ് മുംബൈക്ക് വളരെ ബുദ്ധിമുട്ടായി മാറിയിരുന്നു. അത് കഴിഞ്ഞ് ടൈം ഔട്ടിന് ശേഷം ലോങ് ഓണും ലോങ് ഓഫും കയറ്റി നിർത്തി സ്ലോ ബോളുകൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഒരു പെർഫെക്റ്റ് ഗെയിം പ്ലാനായി മാറി. അതോടെ ഡൽഹിക്കെതിരെ മുംബൈക്ക് കിട്ടിയതുപോലെ ഒരു ബിഗ് ഫിനിഷ് അവർക്ക് കിട്ടുന്നില്ല എന്ന കാര്യം ഉറപ്പുവരുത്തി. വിജയകുമാർ, വൈശാഖിന്റെ 19 ഓവറിൽ മാത്രമായിരുന്നു 23 പോയത്. ബാക്കി അവസാന 3 ഓവറിലും വെറും 17 റൺസ് മാത്രമായിരുന്നു പഞ്ചാബ് വിട്ടുകൊടുത്തത്. സൂര്യ ക്രീസിലുണ്ട് എന്ന കാര്യം നോക്കുമ്പോൾ മിനിമം 25-30 റൺസെങ്കിലും അവർ ഇതുവഴി സേവ് ചെയ്തു. ഓവറോളായി നല്ല പ്ലാൻ പഞ്ചാബ് മൊത്തത്തിൽ നടത്തിയിരുന്നു. പോണ്ടിങ് കഴിഞ്ഞ 2-3 ദിവസം നന്നായി തലപുകച്ചിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രഭ്സിമ്രാൻ തുടക്കത്തിലേ പോയപ്പോൾ 2ാം വിക്കറ്റിൽ 109 റൺസിന്റെ പാർട്ണർഷിപ്പ് കൂട്ടിച്ചേർത്ത് ഇംഗ്ലീഷ് പ്രിയാൻഷാരിയ ജോഡി ഗെയിം വൺ സൈഡഡ് ആക്കി മാറ്റുകയായിരുന്നു. യാതൊരുവിധ പ്രഷറുമില്ലാതെ 18.3 ഓവറിൽ പഞ്ചാബ് മത്സരം വിജയിക്കുകയാണ് ചെയ്തത്. മിഡിൽ ഓവേഴ്സിൽ മിച്ചൽ സാർണറെ ഇംഗ്ലീഷ് ടാർഗറ്റ് ചെയ്തതാണ് മൊത്തം മൊമെന്റവും പഞ്ചാബിന്റെ ഭാഗത്തേക്ക് തിരിച്ചത്. പവർ പ്ലേയിൽ 47 മാത്രം നേടിയ പഞ്ചാബിനെ ടൈറ്റ് ചെയ്യണമെങ്കിൽ സാർണറുടെ 4 ഓവറായിരുന്നു ഇമ്പോർട്ടന്റ്. അത് കറക്റ്റായി പഞ്ചാബ് ടാർഗറ്റ് ചെയ്തതോടെ ഹാർദിക് സ്വയം വന്ന് പന്തെറിയാൻ ശ്രമിച്ചു. ബുംറ പരിക്ക് മാറി വന്നതിന് ശേഷം വളരെ കുറവ് മത്സരങ്ങളിൽ മാത്രം പന്തെറിഞ്ഞ ഹാർദിക്കിന് ഒട്ടും ഋതം ഇന്നലെ ഇല്ലായിരുന്നു. അത് കറക്റ്റായി പഞ്ചാബ് താരങ്ങൾ ടാർഗറ്റ് ആക്കിയതോടെ 6-7-8 ഓവറുകളിൽ 37 റൺസ് വന്ന് ഗെയിം ഡ്രിഫ്റ്റായി തുടങ്ങി. ബുംറയുടെ അടുത്ത ഓവർ സേഫായി കളിച്ച് അശ്വിനി കുമാറിന്റെ അടുത്ത ഓവറിൽ 16 അടിച്ചതോടെ മുംബൈ ബേസിക്കലി കളി അവിടെ തന്നെ തോറ്റു. പിന്നെ തോൽവി ഉറപ്പിച്ച് വെറും ചടങ്ങ് തീർക്കൽ മാത്രമായിരുന്നു മുംബൈയുടെ ടോട്ടൽ ബോളിംഗ്. പവർ പ്ലേയിൽ ചഹറിന് 3 ഓവർ കൊടുത്തതും വേണമായിരുന്നു എന്ന് മത്സരം കണ്ടപ്പോൾ തോന്നിച്ചിരുന്നു. ആദ്യ ഓവറിൽ പരിക്ക് വന്നിട്ടും ഒരു മെയ്ഡിൻ ഓവർ ചഹർ എറിഞ്ഞിരുന്നു. പക്ഷെ പരിക്ക് പറ്റിയ താരത്തെ പിന്നെയും തിരിച്ചു കൊണ്ടുവന്നപ്പോൾ തൊട്ടു മുന്നത്തെ ടൈറ്റ് ഓവർ ലൂസാക്കുന്ന രീതിയിലായിരുന്നു പിന്നെ ചഹർ പന്തെറിഞ്ഞത്. എന്തായാലും എലിമിനേറ്റർ RCBയോ GTയോ എന്നത് ഇന്നറിയാം. അവസാനമായ മത്സരത്തിന്റെ സ്കോർ കാർഡ് നോക്കിയാൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ മുംബൈ 184 നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ 7 വിക്കറ്റിന് പഞ്ചാബ് വിജയിക്കുകയാണ് ചെയ്തത്.